ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ ദുബായ് എന്ന് പറയുമ്പോഴേ വിസ്മയങ്ങളുടെ ഒരു പറുദീസയാണെന്ന് പറയാം. ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റാത്ത ഈ കാഴ്ചകളൊക്കെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ ഇന്ന് ഞാൻ ദുബായ് മോളിൽ വന്നപ്പോ ഒരു പ്രത്യേക സംഗതി കണ്ടു. അത് ശരിക്കും ഇവിടെ മാത്രമേ ഉള്ളൂ. ലോകത്തെ ആദ്യത്തെ എയർ ടാക്സിയാണ് അത്. ദുബായ് മോളിൽ ഇപ്പൊ അതിന്റെ ഡെമോൺസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും ട്രാവൽ ടുഗദറിൽ എല്ലാരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഓക്കെ ഗായ്സ്, അപ്പൊ നമുക്ക് ദുബായിലെ എയർ ടാക്സി എങ്ങനെയുണ്ടെന്ന് കാണാം. അതിന്റെ ഓപ്പൺ ആയിട്ടില്ല, അത് ഈ വർഷം അവസാനത്തോടെ ഓപ്പൺ ആവുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അതിന്റെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് എങ്ങനെയുണ്ടെന്നുള്ള ഇതൊക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ ദുബായിലെ വരാൻ പോകുന്ന എയർ ടാക്സി എന്ന് പറയുന്നത്. ശരിക്കും ഇതിന് 5 സീറ്റുകളാണ് ഉള്ളത്. 5 പേർക്ക് ഇതിൽ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ദുബായിൽ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ, പിന്നെ ഡ്രൈവർ ഇല്ലാത്ത ടാക്സി, ഇതെന്നൊക്കെ പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഒരു ആകാശത്തൂടെ സഞ്ചരിക്കുന്ന എയർ ടാക്സി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കാണാനും അതിലൊരിക്കലെങ്കിലും യാത്ര ചെയ്യാനും ആഗ്രഹം ഉണ്ടാവും. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരിക്കുമല്ലോ തരുന്നത്. പിന്നെ ഈ കണ്ടില്ലേ, ഇതിന് ചുറ്റും ഒരുപാട് ആളുകളാണ് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതൊരു മോഡലായിട്ട് വെച്ചേക്കുന്ന ആണെങ്കിലും ഈ വരാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ വർഷം അവസാനം ദുബായിൽ നമുക്ക് റോഡുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ എയർ ടാക്സി എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണമുണ്ട്. ശബ്ദ മലിനീകരണമോ പിന്നെ വലിയ ശബ്ദങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിനേക്കാൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായിട്ട് പറയാവുന്നത് ട്രാഫിക് ഇല്ല എന്നുള്ളതാണ്. ദുബായിയുടെ മെയിൻ റോഡുകളായ ഷെയ്ഖ് സായിദ് റോഡും ഷെയ്ഖ് മുഹമ്മദ് റോഡിലൊക്കെ ട്രാഫിക്കിൽ ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്തേക്കാം. പക്ഷേ ഈ ആകാശത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മിനിറ്റുകൾ മതി. മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്ത് എത്താൻ പറ്റും. പിന്നെ ഈ ദുബായ് മോൾ തുടങ്ങി പാം ജുമേറയോ അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഡൗൺ ടൗണിലോട്ടോ ഭാവിയിൽ ഈ യാത്രകളൊക്കെ ഇങ്ങനെ ആകാശത്തൂടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നിസ്സാര സമയം കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്താം. സമയമാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇതൊരു ലൈഫ് ടൈം അനുഭവമായിരിക്കും. പിന്നെ നാട്ടുകാർക്കൊരു ഒരു ഒരു ഇതിലൊരു പ്രാവശ്യങ്ങളും കയറണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഈ പല രാജ്യങ്ങളും പ്ലാൻ ചെയ്യും, കോൺഫറൻസുകൾ നടത്തും, പ്രൊജക്റ്റുകൾ പ്രഖ്യാപിക്കും. പക്ഷെ ദുബായിൽ അത് ഇതേപോലെ പ്രാവർത്തികമാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ വർഷം അവസാനമാകുമ്പോൾ ഇതിൻ്റെ എയർ ടാക്സിയുടെ സർവീസ് തുടങ്ങില്ല. അപ്പോൾ ലോകം വീണ്ടും പറയും ഇതും ആദ്യം ദുബായിൽ തന്നെ. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സംഗീതങ്ങളും ഏറ്റവും ആദ്യം വരുന്നത് ദുബായിലാണെന്നുള്ള ഒരു ഗിന്നസ് റെക്കോർഡും ദുബായിക്ക് ഉണ്ടെന്നുള്ളതാണ്. പൊതുവെ ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റാത്ത കാഴ്ചകൾ